ഗുഡ് മോദികെയർ മോർണിംഗ്. പുതിയ കാലത്തെ ജീവിത പരിസ്ഥിതികളെ നേരിടാൻ സജീവവും സമതുലിതവുമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ് ശരിയായ രീതി. നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരുപാട് ഫൈറ്റോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സസ്യാധിഷ്ഠിതമായ പോഷകങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമായ സംഭാവനകൾ നൽകുന്നു എന്നതാണ്. നോനിയുടെ ഗവേഷണത്തിനായി ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നത് നോനിയുടെ പ്രാധാന്യത വർദ്ധിപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഹവായ് അറ്റ് മനോവ ആണിത്. ഡൽഹിയിൽ വെച്ച് നടന്ന നോനി സെർച്ച് 2008 എന്ന സിംബോസിയത്തിന്റെ ഉദ്ഘാടന വേളയിൽ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം നോനിയെക്കുറിച്ച് പരാമർശിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. ലോകത്തിലെ 60% വിദേശികളും തങ്ങളുടെ ആരോഗ്യത്തിനും യൗവനം നിലനിർത്തുന്നതിനും ആശ്രയിക്കുന്നതും നോനിയെയാണ്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിരാമം കുറിക്കുന്ന ശാശ്വത പരിഹാരം എന്ന് തന്നെ ഈ ജ്യൂസിന് വിശേഷിപ്പിക്കാം. വെൽ നോനി ജ്യൂസ് കോൺസെൻട്രേറ്റിന്റെ ശക്തമായ കൊക്കൂമിന്റെ നന്മയും ആരോഗ്യദായകമായ പ്രകൃതിയുടെ സ്വാഭാവികമായ മികവും കൂടുതൽ ഊർജം, ഓജസ്, ശരീര സന്തുലനം എന്നിവയുടെ എല്ലാ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. ശരീരത്തിനിത് എപ്രകാരം സഹായകമാകുന്നു? കോശങ്ങൾക്കും കലകൾക്കും നവജീവൻ നൽകുക, അതായത് ശരീരം കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന കോശതലത്തിൽ കൂടുതൽ പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സ്വാഭാവികമായ പ്രതിരോധം നൽകാൻ പ്രതിരോധ ശക്തിക്ക് പിന്തുണ നൽകുന്നു. മെച്ചപ്പെട്ട ഉശിരും ഓജസ്സും. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കോശങ്ങളെ പരിരക്ഷിക്കുകയും അതിനെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. മൊത്തത്തിലുള്ള ഊർജവർദ്ധന, ഓർമ്മ, ശ്രദ്ധ, ശാരീരിക ക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നു. വെൽ നോനി ജ്യൂസിലെ ഓരോ 10 മില്ലിയിലും 2000 മില്ലിഗ്രാം നോനിയും 50 മില്ലിഗ്രാം കൊക്കും അടങ്ങിയിരിക്കുന്നു. എന്താണ് നോനി? മാനവരാശിക്ക് പ്രകൃതിയുടെ ഒരു വരദാനമാണ് നോനി അഥവാ മൊറിന്ത സിട്രിഫോലിയ. ഇന്ത്യൻ മൾബറി എന്ന മറുപേരിൽ അറിയപ്പെടുന്ന ഈ പോഷകഫലം വിവിധ ആരോഗ്യ ആവശ്യങ്ങൾക്ക് ശരീര സംവിധാനത്തിന്റെ ഭക്ഷണവും മരുന്നുമായി 2000 വർഷത്തിലേറെയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആയുർവേദത്തിൽ പൗരാണിക രേഖകളിൽ നോനിയെക്കുറിച്ച് സൂചിപ്പിക്കുകയും രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരമ്പരാഗതമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് വൈറ്റമിൻ A, വൈറ്റമിൻ B, വൈറ്റമിൻ C എന്നീ ജീവകങ്ങളാലും കാൽഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് മുതലായ ധാതുക്കളാലും സമ്പന്നമാണ്. ശരീരത്തിൽ സിറോണിൻ നില വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നോനി. ശരീരത്തിലെ പ്രധാന ഭാഗങ്ങൾക്ക് നിർണായകമായ പ്രവൃത്തികൾ ചെയ്യാൻ അത്യാവശ്യമുള്ളതാണ് സിറോണിൻ. പ്രായം, സമ്മർദ്ദം, രോഗം, മോശം ഭക്ഷണം എന്നിവ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പോരായ്മകൾക്ക് കാരണം സിറോണിന്റെ അഭാവമാണ്. നോനി പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. നോനിയിൽ ശക്തമായ ഫൈറ്റോ ന്യൂട്രിയൻസ്, പ്രോക്സിറോനിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. പ്രോക്സിറോനിൻ ശരീരത്തിനകത്ത് എൻസൈം പ്രോക്സിറോനേസിന്റെ സഹായത്തോടെ സിറോനിനായി മാറുന്നു. കോശങ്ങൾ ആഗിരണം ചെയ്യുന്ന സിറോനിൻ അസംഖ്യം ആരോഗ്യ നേട്ടങ്ങൾ നൽകുന്നു. നോനി അഥവാ മൊറിന്ത സിട്രിഫോലിയയുടെ ഗുണങ്ങൾ. നോനിയുടെ സ്ഥിരമായ ഉപയോഗം ക്ഷേമം വർദ്ധിപ്പിക്കുന്നു, പകർച്ചവ്യാധിക്കെതിരെ പൊരുതുന്നു, ദഹനത്തിന് സഹായിക്കുന്നു, സന്ധികളിലെ വേദനയും വീക്കവും ഇല്ലാതാക്കുന്നു, ഊർജവും സ്റ്റാമിനയും വർദ്ധിപ്പിക്കുന്നു, അലർജികൾ കുറയ്ക്കുന്നു, കരൾ ആരോഗ്യമുള്ളതാക്കി നിർത്താൻ സഹായിക്കുന്നു, ആരോഗ്യമുള്ള ഹൃദയവും കൊളസ്ട്രോൾ നിലയും കാത്തുസൂക്ഷിക്കുന്നു, കോശങ്ങൾക്ക് നവജീവൻ നൽകുന്നു, സമ്മർദ്ദവും ക്ഷീണവും കുറയ്ക്കുന്നു,
ശരീരത്തെ ടോക്സിനുകളിൽ നിന്നും മോചിപ്പിക്കുന്നു, പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു, പ്രതിരോധ ശക്തി കൂട്ടുന്നു, ഓർമ്മയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു, ട്യൂമറുകൾ, ക്യാൻസറുകൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. നോനിയുടെ സ്ഥിരമായ ഉപയോഗം ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നു. പ്രകൃതിയുടെ സ്വന്തം പോഷണം എന്നറിയപ്പെടുന്ന നോനിയിൽ 150-ലേറെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു. ഇവയിലെ പ്രധാന പോഷക ഘടകങ്ങളും അവയുടെ ഗുണങ്ങളും നോക്കാം. പ്രോക്സിറോണിൻ ആൻഡ് പ്രോക്സിറോനൈസ് മികച്ച പ്രോട്ടീൻ പ്രവർത്തനം ഉറപ്പുവരുത്തുകയും കോശ പുനർനിർമ്മാണവും ഹോർമോൺ സന്തുലനാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്കോപോളിറ്റിൻ വീക്കമില്ലാതാക്കുകയും ഹിസ്റ്റാമിൻ വിരുദ്ധവും ബാക്ടീരിയ വിമുക്തവും ഫംഗൽ വിരുദ്ധവും ആണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഉറക്കം, വിശപ്പ്, താപനില എന്നിവ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ആന്ത്രാക്വിനോൺ സ്റ്റെഫോലിയോകോക്കസ് ഔറോസസ്, ഇ കോളി മുതലായ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നു. ഡെംനാകാന്തൽ അർബുദത്തിന് കാരണമാകുന്ന കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു. ടെർപേൻ കോശങ്ങളുടെ നവോത്ഥാനത്തിന് സഹായിക്കുകയും അതുവഴി പോഷക ടോക്സിൻ കൈമാറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫൈറ്റോന്യൂട്രിയൻസ് സ്വതന്ത്ര റാഡിക്കലുകൾക്കെതിരെ ശക്തമായ ആന്റി ഓക്സിഡന്റ് സംരക്ഷണം നൽകുന്നു. അലിയുന്നതും അലിയാത്തതുമായ നാരുകളാൽ സമ്പുഷ്ടം. അലിയുന്ന നാരുകൾ രക്തത്തെ ശുദ്ധമാക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അലിയാത്ത നാരുകൾ വൻകുടലിന്റെ പ്രവർത്തനത്തിൽ നിർണായകമാണ്. അമിനോ ആസിഡുകളാൽ സമ്പുഷ്ടം. അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ പണിയാനുള്ള ഇഷ്ടികകളാണ്. ഇത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രധാനവുമാണ്. അത്യന്താപേക്ഷിതമായ അമിനോ ആസിഡുകൾ ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയാത്തതും അതിനാൽ തന്നെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ടതുമാണ്. അത്യന്താപേക്ഷിതമായ ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടം. ഫാറ്റി ആസിഡുകൾ കൊഴുപ്പുകളുടെയും എണ്ണയുടെയും നിർമ്മാണത്തിനുള്ള കല്ലുകളാണ്. ഇവ ആരോഗ്യമായ ചർമ്മം, നാഡീകോശങ്ങൾ, ഹൃദയകലകൾ, രക്തധമനികൾ, മികച്ച മനോനില എന്നിവയ്ക്ക് സഹായിക്കുന്നു. കോശ മെംബ്രെയിനുകളെ കൃത്യമായി പ്രവർത്തിപ്പിക്കാനും പോഷക ടോക്സിൻ കൈമാറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോക്കും അഥവാ ഗേഴ്സിനിയ ഇൻഡിക്ക. മലബാർ മഞ്ഞൾ എന്നറിയപ്പെടുന്ന കോക്കും ആന്റി ഓക്സിഡന്റുകളുടെ മികച്ച കലവറയാണ്. അതുമാത്രമല്ല, ഹൈപ്പർ അസിഡിറ്റിയിൽ നിന്നും മോചനം നൽകുന്നു, വായുക്ഷോഭം ശമിപ്പിക്കുന്നു, ഒരുപാട് രോഗങ്ങളുടെ ആക്കം കുറയ്ക്കുന്നു, കുടൽ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, ദഹനം വർദ്ധിപ്പിക്കുന്നു, രക്തത്തെ ശുദ്ധീകരിക്കുന്നു, നല്ല കൊളസ്ട്രോളിനെ പിന്തുണയ്ക്കുന്നു, ഭാരം സന്തുലനാവസ്ഥയിലാക്കാൻ സഹായിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ദഹനക്കേട്, സന്ധിവാതം, അമിതവണ്ണം, പ്രതിരോധശേഷി കുറഞ്ഞവർ, പ്രമേഹ രോഗികൾ, സ്ട്രെസ്, ഉത്കണ്ഠ തുടങ്ങിയവ ഉള്ളവർ, കൊളസ്ട്രോൾ പ്രോബ്ലംസ് എന്നിവർക്ക് ശുപാർശിതം. ഉപയോഗരീതി: വെറും വയറ്റിൽ ഭക്ഷണത്തിന് 30 മിനിറ്റ് മുൻപ് വെള്ളത്തിൽ കലക്കിയോ അല്ലാതെയോ സേവിക്കാം. അതല്ലെങ്കിൽ ഫിസിഷ്യൻ നിർദ്ദേശിച്ച പ്രകാരം കഴിക്കുക. മികച്ച ആരോഗ്യവും ക്ഷേമവും തേടുന്ന 6 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ആദ്യ 3 ദിവസം 5 മില്ലി വീതം ദിവസം 2 തവണ, 4 മുതൽ 6 ദിവസം 10 മില്ലി വീതം ദിവസം 2 തവണ, 7-ാമത്തെ ദിവസം മുതൽ 15 തൊട്ട് 30 മില്ലി വീതം ദിവസം 2 തവണ. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ പകുതി ഡോസ് നൽകുക. 6 മുതൽ 12 മാസം വരെ ദിവസവും 2 നേരം നോനി ജ്യൂസ് ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകും. ശ്രദ്ധിക്കുക: ഗർഭം, മുലകൊടുക്കൽ, ഛർദി,
കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ളപ്പോൾ കഴിക്കരുത്. ഓപ്പൺ ചെയ്ത ബോട്ടിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. 30 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുക. ഉപയോഗത്തിന് മുൻപായി ബോട്ടിൽ നന്നായി കുലുക്കുക. ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുക.